ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസെഫിൻ്റെ മകനെന്ന് ജനം വിചാരിച്ചു. യോസെഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താവിൻ്റെ മകൻ, മത്താവ് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി യന്നായിയുടെ മകൻ, യന്നായി യോസെഫിൻ്റെ മകൻ, യോസെഫ് മദത്യാസിൻ്റെ മകൻ, മദത്യാസ് ആമോസിൻ്റെ മകൻ, ആമോസ് നാഹൂമിൻ്റെ മകൻ, നാഹൂം യെസ്ലയുടെ മകൻ, യെസ്ലി നഗായിയുടെ മകൻ, നഗായി മയാത്തിൻ്റെ മകൻ, മയാത്ത് മത്തക്യാസിൻ്റെ മകൻ, മത്തദ്യോസ് ഷെമയിയുടെ മകൻ, ഷെമയി യോസെഫിൻ്റെ മകൻ, യോസെഫ് യോദയുടെ മകൻ, യോദ യോഹന്നാൻ്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സൊരൂബാബേലിൻ്റെ മകൻ, സൊരൂബാബേൽ ശലഫിയേലിൻ്റെ മകൻ, ശലഫിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിൻ്റെ മകൻ, കോസാം എൽദാമിൻ്റെ മകൻ, എൽമാദാം ഏരിൻ്റെ മകൻ, ഏർ യോസുവിൻ്റെ മകൻ, യോശു എലിയേസറിൻ്റെ മകൻ, എലിയേസർ യോരൂബിൻ്റെ മകൻ, യോരീം മത്താസിൻ്റെ മകൻ, മത്താസ് ലേവിയുടെ മകൻ. മുമ്പോട്ട് വായിക്കുമ്പോൾ യഹൂദ 30-ാം വാക്യത്തിൽ ലേവി ശിമിയോൻ്റെ മകൻ, ശിമിയോൻ യഹൂദയുടെ മകൻ, യഹൂദ യോസെഫിൻ്റെ മകൻ, യോസെഫ് യോനാമിൻ്റെ മകൻ, യോനാം എലാഖീമിൻ്റെ മകൻ, എലാഖീം എല്യാവിൻ്റെ മകൻ, എല്യാവ് മെന്നയുടെ മകൻ, മെന്ന മത്തദയുടെ മകൻ, മത്തദ നാഥാൻ്റെ മകൻ, നാഥാൻ ദാവീദിൻ്റെ മകൻ, ദാവീദ് ഇഷായിയുടെ മകൻ, ഇഷായി ഓബേദിൻ്റെ മകൻ, ഓബേദ് ബോവസിൻ്റെ മകൻ, ബോവസ് സൽമോൻ്റെ മകൻ, സൽമോൻ നഹശോൻ്റെ മകൻ, നഹശോം അമീനാദാബിൻ്റെ മകൻ, അമീനാദാബ് ആരാമിൻ്റെ മകൻ, ആറാം എസ്രോൻ്റെ മകൻ, എസ്രോൻ പാരസിൻ്റെ മകൻ, പാരസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിൻ്റെ മകൻ, യാക്കോബ് ഇസ്ഹാക്കിൻ്റെ മകൻ, ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ മകൻ, അബ്രഹാം തേറഹിൻ്റെ മകൻ, തേറഹ് നാഹോറിൻ്റെ മകൻ, നാഹോർ സെരൂഗിൻ്റെ മകൻ, സെരൂഗ് രഘുവിൻ്റെ മകൻ, രഘു ഫാലഗിൻ്റെ മകൻ, ഫാലഗ് എബേറിൻ്റെ മകൻ, ഏബർ ശലോമിൻ്റെ മകൻ, ശലാം കൈനാൻ്റെ മകൻ, കൈനാൻ അർഫക്സാദിൻ്റെ മകൻ, അർഫക്സാദ് ഷേമിൻ്റെ മകൻ, ഷേം നോഹയുടെ മകൻ, ലോഹ ലാമേക്കിൻ്റെ മകൻ, ലാമേക്ക് മെതിശലയുടെ മകൻ, മെതിശല ഹാനൂക്കിൻ്റെ മകൻ, ഹാനൂക്ക് യാരേദിൻ്റെ മകൻ, യാരേദ് മലേൽജിദിൻ്റെ മകൻ, മലേല്യൽ കൈനാൻ്റെ മകൻ, കൈനാൻ ഏനോഷിൻ്റെ മകൻ, ഏനോഷ് ഷെത്തിൻ്റെ മകൻ, ഷെത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. എത്ര കൃത്യമായിട്ടാണ് യേശു കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി ആദം മുതൽ യേശു വരെ. അതിൽ അബ്രഹാമുണ്ട്, ദാവീദുണ്ട്. ആ വംശപാരമ്പര്യം ഇത് വളരെ പറയുന്നത് ആ ജീനിയോളജി, അത് മനുഷ്യനാണ്, യേശു മനുഷ്യനാണെന്ന് തെളിയിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച മനുഷ്യനാണ് യേശു എന്ന് തെളിയിക്കുവാൻ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പുത്രന്മാരെ ബഹുമാനിക്കേണ്ടവരാണെന്ന് മനുഷ്യരായ നമ്മൾക്ക് ഈ കാലഘട്ടങ്ങളിൽ, ഈ പ്രതികൂല കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവമല്ലെന്നാൽ ദൈവികമായിട്ടുള്ള ആ വലിയ പ്രവൃത്തി നമ്മളിൽ നടക്കും. ദൈവം നമുക്ക് തുണ നിൽക്കും, ദൈവം നമ്മളെ നടത്തും. ദൈവിക അനുഗ്രഹം കൊണ്ട് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ദൈവം ഈ ഭൂമിയിൽ തരുന്നത് ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുവാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനാണ്. ആ നന്മ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, യേശുവിനെ ഞങ്ങൾക്ക് രക്ഷകനായി തന്നതുകൊണ്ട് സ്തോത്രം. ആദം മുതൽ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ കാലഘട്ടത്തിൽ യേശു രക്ഷകനായി, കർത്താവെ ദൈവപുത്രനായി, മനുഷ്യപുത്രനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിലും കർത്താവെ തീയിലും പരിശുദ്ധാത്മാവിലും ഞങ്ങൾക്ക് സ്നാനം ലഭിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ, ഈ കഷ്ടലോകത്തിൽ ജീവിക്കുവാൻ, ഈ പ്രകൃതി ദുരന്തങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുവാൻ
ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.